എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യമായി ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളുടെ ഒന്നാം പേജ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മാതൃഭൂമിയിലെ മെയിൻ സ്റ്റോറി ഉത്തരം ബഹളം എന്നുള്ളതാണ്. അതായത് ചൈനീസ് ടാങ്ക് കടന്നു കയറിയപ്പോൾ പ്രതിരോധിക്കാൻ അനുമതി നൽകിയില്ല എന്ന ഒരു ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പതിവ് പോലെ ഉണ്ടയില്ല വെടിവെക്കുന്ന ഒരു വാർത്തയാണ്. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നീടുള്ളത് ഇന്ത്യക്കുള്ള US തീരുവ കുറച്ചു എന്നുള്ളതാണ്. ഇന്ത്യക്കുള്ള US തീരുവ 25% നേരത്തെ, അത് 18% കുറച്ചു. ട്രംപിന് നന്ദി എന്ന് മോദി. വ്യാപാര കരാർ ആയി എന്ന് ട്രംപ് സ്ഥിരീകരിക്കാതെ മോദി പറയുന്നു, എന്റെ സുഹൃത്തുമായി സംസാരിച്ചു, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 18% കുറച്ചതിൽ സന്തോഷമുണ്ട് മോദി എന്ന് പറയുന്ന ചെറിയൊരു ബോക്സ് കൂടിയുണ്ട്. പിന്നെ മറ്റൊന്ന്, ഭാഗ്യം അഹമ്മദാബാദ് ആവർത്തിച്ചില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യയുടെ ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പറന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചിന് സാങ്കേതിക തകരാർ. പക്ഷേ അപകടമൊന്നും സംഭവിച്ചില്ല. ബോയിങ് ഡ്രീം ലൈനർ വിമാനത്തിൽ വീണ്ടും ഇന്ധന സ്വിച്ച് തകരാർ. ബംഗളൂരുവിൽ വിമാനം ഇറക്കി. ഭാഗ്യം അഹമ്മദാബാദ് ആവർത്തിച്ചില്ല എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മുടെ CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തയുടെ കടുത്ത തീരുമാനം എടുക്കുന്നതിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ CJ റോയ് ആത്മഹത്യ ചെയ്തത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ പീഡനത്തെ തുടർന്നാണ് എന്നായിരുന്നു നമ്മുടെ നാട്ടിലെ അന്തംഗമികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതല്ല, CJ റോയ് നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അദ്ദേഹം വൻ ക്രൈസിസിലായിരുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്ന ഒരു ധാരണ നമുക്ക് നൽകുന്ന ചില ഡയറി കുറിപ്പുകൾ കണ്ടെത്തി എന്ന വാർത്തയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യാ കുറിപ്പിന് സമാനമായ കുറിപ്പുകൾ അടങ്ങിയ ഡയറി കണ്ടെടുത്ത് പോലീസ് ജീവനൊടുക്കാൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നോ എന്ന സംശയം തോന്നുന്ന കുറിപ്പുകളാണ് ഡയറിയിലുള്ളത്. ആ രീതിയിലുള്ള വാർത്തയാണ് വരുന്നത്. പിന്നീട് എന്താണ്, അതിവേഗ റെയിൽപാത തൽക്കാലം കേരളത്തിനില്ല. അശ്വിനി വൈഷ്ണവിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞതാണ്, കേരളത്തിന് അതിവേഗ റെയിൽപാത തൽക്കാലം ഇല്ല എന്ന് വ്യക്തമാക്കി കേന്ദ്രം. മെട്രോമാൻ E ശ്രീധരൻ കേരളത്തിന്റെ റെയിൽവേ വികസനം സംബന്ധിച്ച് താനുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് പറഞ്ഞ റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് പക്ഷേ കേരളത്തിൽ അതിവേഗ റെയിൽപാത ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകിയില്ല. അതേസമയത്ത് തന്നെ മെട്രോമാൻ E ശ്രീധരൻ ഈ അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട ഓഫീസ് അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി കഴിഞ്ഞു. വാക്കാൽ തനിക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്നാണ് മെട്രോമാൻ E ശ്രീധരൻ പറയുന്നത്. എന്തിനായാലും പിണറായി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഗോവിന്ദൻ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ KN ബാലഗോപാൽ പ്രഖ്യാപിച്ച RRTS എന്ന് പറയുന്ന മറ്റൊരു അതിവേഗ പാത എന്തായാലും ആ അതിവേഗ പാത ഉഡായിപ്പാണ് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതിനാണ് ഒരു 100 കോടി വകയിരുത്തിയത്. പക്ഷെ ശ്രീധരന്റെ പാത തത്വത്തിൽ അതിനൊരു അംഗീകാരം ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പക്ഷെ അശ്വിനി വൈഷ്ണവ് അത് സംബന്ധിച്ചുള്ള ഉറപ്പുകളൊന്നും നൽകിയിട്ടില്ല എന്നും വാർത്ത പറയുന്നു. പിന്നെ എന്താണ്, കാകദൃഷ്ടി. രക്തസാക്ഷി ഫണ്ട് തിരിമറി കണക്കുകൾ ജനങ്ങൾക്ക് മുന്നിൽ പരസ്യമാക്കാൻ പാർട്ടിക്ക് മടിയില്ല എന്ന് MV ഗോവിന്ദൻ. പാർട്ടിക്ക് അടി കിട്ടിയപ്പോൾ പാർട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. രാഗേഷ് എന്ന് പറയുന്ന കണ്ണൂരിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എന്താ പറഞ്ഞത്, ഞങ്ങള് ജനങ്ങളിൽ നിന്ന് പൈസയൊക്കെ പിരിപ്പിക്കും, കണക്കൊന്നും കൊടുക്കില്ല, കണക്കൊന്നും ചോദിച്ചൊന്നും വരണ്ട, അത് ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ഞങ്ങൾ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞോളാം, നിങ്ങളെടുത്ത് പറയുന്നു വേണ്ട എന്ന് പറയുന്നത്. പക്ഷേ അത് ഭയങ്കരമായ ഒരു ജനരോഷം അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് വൻ കളങ്കമേറ്റു എന്ന് മനസ്സിലാക്കിയപ്പോൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുകയാണ്, അല്ല ഞങ്ങൾ കണക്കൊക്കെ കാരണം ഇനിയും വരുന്നുണ്ടല്ലോ പിരിപ്പിക്കാൻ, അതുകൊണ്ട് ഞങ്ങൾ കണക്കൊക്കെ അവതരിപ്പിക്കാന്ന് പറയുന്നു. പക്ഷെ കുഞ്ഞികൃഷ്ണൻ പറയുന്നു, നിങ്ങൾ കണക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ ഇന്ന് 3-ാം തീയതി അല്ലെ, നാളെയാണ് കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ പുസ്തകം നേതൃത്വത്തോട് അണികൾക്ക് പറയാനുള്ളത് എന്നാണ് അതിന്റെ പേര്, നേതൃത്വത്തോട് അണികൾക്ക് പറയാനുള്ളത്. അപ്പൊ ആ പുസ്തകത്തിന്റെ പ്രകാശനം നാളെയാണ്. അപ്പൊ കുഞ്ഞികൃഷ്ണൻ സഖാവ് പറയുന്നു, നാളെ എന്റെ പുസ്തകം പ്രകാശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ. പക്ഷെ ഇവര് കണക്ക് അതിന് ശേഷം അവതരിപ്പിക്കാൻ നിൽക്കുന്നത്. ഇതിന്റെ ഏറ്റവും കള്ളക്കളി എന്താണെന്നറിയോ, അതായത് കുഞ്ഞികൃഷ്ണൻ സഖാവ് പുസ്തകത്തിൽ അവതരിപ്പിച്ച കണക്കിന് അത് തെറ്റാണെന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു കള്ളക്കണക്ക് അവതരിപ്പിച്ചാൽ മതിയല്ലോ. ഇമാതിരി കാഞ്ഞ ബുദ്ധി ഉണ്ടല്ലോ. കുഞ്ഞികൃഷ്ണൻ സഖാവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ഇവരുടെ തട്ടിപ്പുകളും ഈ വെട്ടിപ്പുകളൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോ ഈ അവസാനം ഈ വരുമാനം കൂടി, അതായത് കണക്കിൽ ഉൾപ്പെടുത്താത്ത കുറെ വെട്ടിപ്പ് ഫണ്ട് കണക്കിൽ ഉൾപ്പെടുത്തിയാൽ വരുമാനം കൂടില്ലോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വരവ് കൂടില്ലോ. അപ്പൊ ഈ വരവ് കൂടുന്നതിനനുസരിച്ച് ഈ കള്ളന്മാർ എന്താ ചെയ്തെന്ന് വെച്ചാൽ ചെലവ് കൂട്ടി, ഇല്ലാത്ത ചെലവ് എഴുതി, അത്രയേ ഉള്ളൂ. അപ്പൊ കുഞ്ഞികൃഷ്ണൻ സഖാവ് തന്റെ പുസ്തകത്തിൽ
വരവിന് അനുസരിച്ചുള്ള അല്ലെങ്കിൽ വരവ് ഇത്ര വരവാണ്, പക്ഷെ ഇത്രയേ ചെലവാക്കിയിട്ടുള്ളൂ, ബാക്കി പൈസ കണക്കിലില്ല, അത് വെട്ടിച്ചു എന്ന് പറയുമ്പോൾ സഖാക്കന്മാരിഞ്ഞ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞികൃഷ്ണൻ സഖാവ് പറഞ്ഞത്ര വരവുണ്ട് ശരി, പക്ഷെ ചെലവ് അതല്ല, ചെലവ് അതിനേക്കാളും കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മതില്ലോ. അതായത് വരവ് കൂടുമ്പോ ചെലവും കൂടും എന്ന ഒരു 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 മായിക കണക്കാണ് ഇവർ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഗോവിന്ദന് മനസ്സിലായി സംഭവം അത്ര പന്തിയല്ല. അതുകൊണ്ട് മൂപ്പര് പറയുന്നത് കണക്ക് ഞങ്ങൾ അവതരിപ്പിക്കാം, കണക്ക് പുറത്ത് എന്നാണ് പറയുന്നത്. നേരത്തെ കാരണഭൂതം പറഞ്ഞത് കടക്ക് പുറത്ത്, അപ്പം ഗോവിന്ദൻ പറയുന്നു കണക്ക് പുറത്ത്, ഞങ്ങൾ കണക്ക് പുറത്താക്കാമെന്ന് പറയുന്നു. നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പം ഇത്രയുമാണ് മാതൃഭൂമി ഒന്നാം പേജിലെ വാർത്തകൾ. ഉള്ളിലെ പേജിലാണ് സംഭവ ബഹുലമായ വാർത്തകൾ ഉള്ളത്, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. ഞാൻ മറ്റു പത്രങ്ങൾ എന്താണ് ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം. മലയാള മനോരമയിൽ ഇതേപോലെ തന്നെ കരാറായെന്ന് ട്രംപ്, ഇന്ത്യ US വ്യാപാരം, ഇന്ത്യക്കുള്ള പകരം തീരുവ കുറച്ചു, ഇനി 18%. US-നുള്ള തീരുവ ഇന്ത്യ പൂജ്യമാക്കുമെന്ന് ട്രംപ് പറയുന്നു. റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന് ട്രംപ് പറഞ്ഞു. ട്രംപിന് നന്ദി മോദി പറഞ്ഞത്. അങ്ങനെ ട്രംപ് പറഞ്ഞത് മോദി പറഞ്ഞതൊക്കെ പറഞ്ഞു. വളരെ വിശദമായ വാർത്തയാണ് മലയാള മനോരമ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അതിവേഗ റെയിൽ കേരളത്തിന് ഉടൻ സാധ്യതയില്ല എന്ന് റെയിൽവേ മന്ത്രി. വേഗവുമില്ല, റെയിലുമില്ല. DPR തയ്യാറാക്കാൻ വാക്കാൽ നിർദ്ദേശം കിട്ടിയെന്ന് E. ശ്രീധരൻ പറയുന്നു. അതായത് അതിവേഗ റെയിൽപാത പദ്ധതിക്ക് DPR തയ്യാറാക്കാൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നിർദ്ദേശം വാക്കാൽ ലഭിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർ E. ശ്രീധരൻ. രേഖാമൂലമുള്ള നിർദ്ദേശം 2 ദിവസത്തിനകം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച യോഗങ്ങൾ 15-ന് തുടങ്ങും. ആദ്യ യോഗം മലപ്പുറം ജില്ലയിലായിരിക്കും. ഫീൽഡ് വർക്ക് ഏപ്രിലിൽ തുടങ്ങും, മെയ്യിൽ പൂർത്തിയാകും എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ശ്രീധരൻ ഒന്നും അറിയാതെ, അത്ര ഒരു ഉറപ്പും കിട്ടാതെ ശ്രീധരൻ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടില്ലല്ലോ. നമുക്ക് കാത്തിരിക്കാം. പിന്നീട് എന്താണ്? ലോക്സഭ മുൻ കരസേനാ മേധാവിയുടെ പുസ്തകത്തെ ചൊല്ലി വാക്കോല്, കത്തിപ്പടർന്ന് ചൈന തർക്കമെന്നാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ ആ ഉണ്ടയില്ല വെടി, അതാണ് ഒരു കാൽഭാഗം മനോരമ ആ വാർത്ത കൊടുത്തത്. പിന്നെന്താണ്? ജീവനൊടുക്കാൻ റോയ് തീരുമാനിച്ചിരുന്നു. ഡയറിയിൽ ആത്മഹത്യാ കുറിപ്പെന്ന് തോന്നിപ്പിക്കുന്ന വിവരങ്ങൾ. ഏതായാലും അന്തംഗമികളുടെ IT-ക്കെതിരെ അല്ലെങ്കിൽ ED, IT, കേന്ദ്ര അന്വേഷണ സംഘം മുഴുവൻ പീഡിപ്പിക്കുകയാണ് എന്നും പറഞ്ഞിട്ടുള്ള ഇവരുടെ കുരച്ചു ചാട്ടം തൽക്കാലം നിന്നു. അപ്പൊ അങ്ങനെയാണ് മലയാള മനോരമ. അത് കഴിഞ്ഞിട്ട് കേരളകൗമുദിയുടെ പ്രധാനപ്പെട്ട സ്റ്റോറി എന്ന് പറയുന്നത് കൈകോർത്ത് കേന്ദ്രവും സംസ്ഥാനവും, ശബരിപാത അതിവേഗം എന്നാണ് പറയുന്നത്. പദ്ധതി മുന്നോട്ട് എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി E. ശ്രീധരന്റെ അതിവേഗ റെയിലിന് പിന്തുണ. അതായത് കഴിഞ്ഞ ദിവസം അശ്വിനി വൈഷ്ണവിന്റെ പ്രഖ്യാപനങ്ങളാണ്. കേരളത്തിലെ റെയിൽവേ ഭൂപടത്തിലെ നിർണായക പദ്ധതിയായ അങ്കമാലി ശബരിപാത 3 പതിറ്റാണ്ടിന് ശേഷം മുന്നോട്ട്. സ്ഥലമേറ്റെടുക്കൽ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചതോടെ പദ്ധതി നടപ്പാവുമെന്ന് ഉറപ്പായി. മറ്റൊന്ന്, എയർ ഇന്ത്യ വിമാനത്തിൽ വീണ്ടും ഇന്നലെ സ്വിച്ച് തകരാർ. മാതൃഭൂമി കൊടുത്ത അതേപോലെ ആ വാർത്ത അത്യാവശ്യം നന്നായി കൊടുത്തിരിക്കുന്നു. പിന്നെ വെൽക്കം ടു പോലീസ് ദ്വീപ്. പെരുമ്പളത്തുണ്ട് 82 പോലീസുകാർ. അതിനിപ്പോ എന്താ സംഭവം എന്നൊക്കെ പെരുമ്പളത്ത് 82 പോലീസുകാരുണ്ട്. നരവനയുടെ ഓർമ്മക്കുറിപ്പ് ലോക്സഭയിൽ വായിച്ച് രാഹുൽ. പ്രതിരോധിച്ച് ഭരണപക്ഷ ബഹളം. പിന്നെന്താണ്? ക്ഷമാപണത്തോടെ ആത്മഹത്യാ കുറിപ്പ്. കേട്ടോ, കടുത്ത തീരുമാനമെടുത്തതിൽ ക്ഷമാപണം നടത്തി CJ റോയിയുടെ ആത്മഹത്യാ കുറിപ്പ്. വ്യക്തിപരവും ബിസിനസ് സംബന്ധവുമായ കാര്യങ്ങളിൽ വിശദമായ നിർദ്ദേശങ്ങൾ. വിശദ വാർത്ത പേജ് 5-ലാണ് റോയിയുടെ മരണം സംബന്ധിച്ചുള്ള കാര്യം. ആന്റണി രാജുവിന്റെ ശിക്ഷ മരവിപ്പിച്ചു എന്നുള്ള വാർത്തയുണ്ട്. അയോഗ്യത തുടരും. ഇത്രയുമാണ് കേരളകൗമുദി ഒന്നാം പേജ്. മാധ്യമത്തിന്റെ ഒന്നാം പേജിലെ ജാക്കറ്റ് പരസ്യമാണ്. അത് കഴിഞ്ഞിട്ട് മാധ്യമത്തിന്റെ യഥാർത്ഥ ഒന്നാം പേജ് വന്നു കഴിഞ്ഞാൽ മെയിൻ സ്റ്റോറി കേരള തമസ്കരണം. നിയമസഭയിലും ഡൽഹിയിലും ബജറ്റിനെതിരെ രോഷം എന്നാണ്. സംസ്ഥാന ബജറ്റ് ചർച്ചാ സമ്മേളനത്തിൽ ആഞ്ഞടിച്ച് ഭരണപക്ഷം. പാർലമെന്റിന് മുന്നിൽ പ്ലക്കാർഡുമേന്തി UDF MPമാർ. റെയിൽവേ കേരളത്തിന് പുതിയ പദ്ധതികളില്ല. ചൈനയെക്കുറിച്ച് മിണ്ടരുത്. അതായത് അതിർത്തി സംഘർഷത്തിൽ മുൻ കരസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ ഉദ്ധരിക്കാൻ രാഹുൽ ഗാന്ധിയെ അനുവദിച്ചില്ല. ലോക്സഭ നിർത്തിവെച്ചു. രാഹുലിന്റെ പരാമർശങ്ങൾ സവാരായികളിൽ നീക്കി. മറ്റൊന്ന്, ഇന്ത്യ US വ്യാപാര കരാറായി. അങ്ങനെ ഇനി ദേശാഭിമാനിയില് ജനപദങ്ങൾ നിറഞ്ഞ്, അതായത് ഇവരുടെ ജനമുന്നേറ്റ യാത്രയിൽ എന്താണ് വികസന മുന്നേറ്റ യാത്ര ഇങ്ങനെ എന്താ പറയാ, ജനങ്ങളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നേറുകയാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ എവിടെയും ആളില്ല എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ വേണ്ട, നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ല. സ്വാഭാവികമായ ആൾ കുറയും. കാരണം എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുക ഈ തോന്നിയാസത്തിന്. അപ്പോൾ MV ഗോവിന്ദൻ ക്യാപ്റ്റനായ LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് പയ്യന്നൂരിൽ നൽകിയ സ്വീകരണമാണ്. പയ്യന്നൂരിൽ ഇവര് ഒന്ന് ശക്തി പ്രകടിപ്പിക്കല്ലോ. കാരണം കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ ഒരു എന്താ പറയാ, ഈ ആരോപണങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് മാത്രമല്ല
ഈ പയ്യന്നൂർ എന്ന് പറയുന്ന സഖാക്കന്മാരുടെ കോട്ടയില് കുഞ്ഞികൃഷ്ണൻ സഖാവിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ സഖാവിന് പിന്തുണയുമായി ഒരുപാട് ആൾക്കാർ, സ്ത്രീകളടക്കം ഒരുപാട് ആൾക്കാർ മുദ്രാവാക്യം വിളിച്ച് പോയി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ച് തെരുവിലൂടെ നടന്നു എന്ന് പറഞ്ഞാൽ CPM-ന് പണ്ടെന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പല്ലൊക്കെ കൊഴിഞ്ഞു പോയി. ഇനി കൊഴിയാത്ത ഒരു പല്ലുള്ളത് കാരണഭൂതത്തിന്റെ ഒരു പല്ലാണ്. അതിപ്പോ നമുക്ക് കാത്തിരിക്കാം ഒരു 2-2.5 മാസം. കേരളത്തിന് അത്ര വേഗം വേണ്ട എന്നാ പറയുന്നത്. കേരളത്തിന് അത്ര വേഗം വേണ്ട. ആ അതിവേഗ റെയിൽപാതക്ക് അനുമതി കിട്ടാത്തതിന്റെ ഒരു ചുരുക്കാണ്. അതിവേഗ റെയിൽ ഉൾപ്പെടെ ഒരു പദ്ധതിയും കേരളത്തിന് ഇല്ല എന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ആ വാർത്ത. ഇനി വ്യാപാര കരാർ പ്രഖ്യാപിച്ച് ട്രംപ്. അമേരിക്കക്ക് കീഴടങ്ങി മോദി സർക്കാർ എന്നാണ് പറയുന്നത്. അമേരിക്കക്ക് കീഴടങ്ങി മോദി സർക്കാർ. പിന്നീട് എന്താണ്? കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇന്ന് കരിദിനം. എന്താണ് അപ്പൊ കേന്ദ്ര അവഗണന? കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോട് കാണിച്ച അവഗണനയിൽ പ്രതിഷേധിച്ച് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോട് കാണിച്ച അവഗണന, ഒരു അവഗണനയും കാണിച്ചിട്ടില്ല എന്നും കേരളത്തിന് വാരിക്കോരി തന്നിട്ടുണ്ട് എന്നും കേരളത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. കേരളത്തിന് മാത്രമല്ല ഒരു സംസ്ഥാനത്തിന്റെയും പേര് അങ്ങനെ നിർമ്മലാ സീതാരാമൻ ഈ ബഡ്ജറ്റിൽ അങ്ങനെ ഇന്ന സംസ്ഥാനത്തിന് ഇന്ന കാര്യം എന്നല്ല പറഞ്ഞത്. പൊതുവായി എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രയോജനപ്പെടുത്താവുന്ന ഒരുപാട് പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുക. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയാ. ഇനിയിപ്പോ അതിനും വേണ്ടിയിട്ട് എന്താണ്? ഇന്ന് കരിദിനമാണ്. ഇതൊക്കെ മാറ്റാനായില്ലേ ഇവർക്ക്? കരിദിനം എത്ര കാലമായി നമ്മൾ കാണുന്നു അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ 5 പത്രങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്തകൾ. മറ്റ് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.